തൃശ്ശൂരിലെ കൊല്ലങ്കോട് എന്നറിയപ്പെടുന്ന പുള്ളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരുടെ നാടായ ഈ നാടിന്റെ ഗ്രാമഭംഗിയും താമരപ്പാടവും കൊട്ടവഞ്ചി സഫാരിയും രുചി വൈഭവങ്ങളും എക്സ്പ്ലോർ ചെയ്യുന്ന പുള്ളിലെ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. തണ്ണീർ തടാകങ്ങളും നെൽവയലും കൊണ്ട് ഒരു ഐലൻഡ് പോലെ ചുറ്റപ്പെട്ട തൃശൂർ ജില്ലയിലെ ചേർപ്പ് പഞ്ചായത്തിലുള്ള മനോഹരമായ ഗ്രാമമാണ് പുള്ള്. 12 കിലോമീറ്ററാണ് തൃശ്ശൂരിൽ നിന്ന് പുള്ളിലേക്കുള്ള ദൂരം വരുന്നത്. മനോഹരമായ കോൾപ്പാടങ്ങളും ദേശാടന പക്ഷികളും പ്രകൃതി ഭംഗിയും കൊണ്ട് ഏറെ ശ്രദ്ധേയമായ ഇവിടം പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഇവിടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പോകുന്ന വഴിയെ കണ്ട ദേശാടന പക്ഷികളിൽ ഒന്നായ നീലവാലൻ വേലിത്തത്തയാണിത്. ഉത്തരേന്ത്യക്കാരായ ഇവർ 1000-ലധികം കിലോമീറ്ററുകൾ താണ്ടി എല്ലാ വർഷവും ഈ കോൾപ്പാടങ്ങളിലേക്ക് എത്തുന്നവരാണ്. നമ്മുടെ ഈ യാത്രയുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ സ്പോട്ടായിട്ട് വരുന്നത് പുള്ളിലെ മെയിൻ അട്രാക്ഷൻ ഏരിയയിൽ ഒന്നായ താമരപ്പാടത്തിലേക്കാണ്. വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫർമാരുടെ മെയിൻ ഫോട്ടോ പോയിന്റ് ആണ് ഈ പുള്ളിലെ താമരപ്പാടം. ഇവിടുത്തെ പ്രധാന ആക്ടിവിറ്റീസുകളായി വഞ്ചിയും കയാക്കിങ്ങും കൊട്ടവഞ്ചിയുമാണുള്ളത്. കൊട്ടവഞ്ചിക്ക് 200 രൂപ, വഞ്ചിക്ക് 300 രൂപ, കയാക്കിങ് പെർ ഹെഡ് 100 രൂപയുമാണ്. രാവിലെ 6:30 മുതൽ വൈകിട്ട് 6:30 വരെ ഈ ആക്ടിവിറ്റി സർവീസുകൾ അവൈലബിൾ ആണ്. ഇവിടുത്തെ ആക്ടിവിറ്റീസുകളിൽ ഒന്നായ കൊട്ടവഞ്ചി സഫാരിയാണ് നമ്മൾ ഇവിടെ തിരഞ്ഞെടുത്തത്. സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ അങ്ങനെ കൊട്ടവഞ്ചിയിലേക്ക് കയറുകയാണ്. നമ്മൾ ഇവിടെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് എത്തിയത്. അപ്പോഴേക്കും താമരകൾ ഏകദേശം വാടി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ രാവിലെ തന്നെ വരികയാണെങ്കിൽ ഇതിനേക്കാൾ ഭംഗിയിലും ഫ്രഷ്നെസ്സിലും പാടങ്ങൾ കാണാനാവും. ഒരു കൊട്ടവഞ്ചിയിൽ മാക്സിമം 4 പേരെ വീതമാണ് ഇവരിതിൽ കൊണ്ടുപോകുന്നത്. കൊട്ടവഞ്ചി സഫാരിക്കിടെ എല്ലാവർക്കും ഒരു താമരപ്പൂവ് വീതം ഇവർ പറിച്ചു കൊടുക്കുന്നതാണ്. ഈ വിശാലമായ താമരപ്പാടത്തിന്റെ നടുവിലൂടെ കൊട്ടവഞ്ചി സഫാരി തരുന്ന ഒരു ഫീല് തൃശ്ശൂരിൽ വേറെ എവിടെയും നമുക്ക് കാണാനാവില്ല. ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ തന്നെ വന്ന് ഈ ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യാനാണ് ഞാൻ പ്രിഫർ ചെയ്യുക. രാവിലെ തന്നെ വരുന്നവർക്ക് പ്രീ ബുക്ക് ചെയ്യാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തേക്കാം. താമരപ്പാടത്തിന്റെ മെയിൻ സീസൺ ടൈം ഏതാണെന്ന് ചോദിച്ചാൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ്. എന്നിരുന്നാലും പർട്ടിക്കുലർ ആയിട്ടൊരു മാസം പറയാനാവില്ല. കാരണം ഏത് സീസണിലും ഡിഫറെന്റ് ആയിട്ടുള്ള വൈബാണ് ഈ പുള്ളിലെ താമരപ്പാടത്തിന് തോന്നിക്കാറുള്ളത്. നമ്മൾ ഈ ട്രിപ്പ് ചെയ്യുന്നത് ജനുവരി ലാസ്റ്റ് വീക്കിലാണ്. എന്നിരുന്നാലും അത്യാവശ്യം താമരകളൊക്കെ ഈ സീസണിലും കാണാൻ സാധിച്ചു. ഏകദേശം 20 മിനിറ്റാണ് കൊട്ടവഞ്ചി സഫാരിക്കായിട്ട് സമയം തരുന്നത്. ഈ സഫാരിയുടെ ലാസ്റ്റ് ഒരു കറക്കി തുഴയുന്നൊരു സെഷൻ ഉണ്ട്. അത് ഈ ട്രിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ഇവിടുത്തെ കൊട്ടവഞ്ചി സഫാരിയൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് നമ്മൾ പുള്ളിലെ നോർത്ത് സൈഡിലുള്ള പുള്ളുപാടത്തേക്കാണ് പോകുന്നത്. പോകുന്ന വഴി മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു ചേച്ചിയുടെ വീടാണ് ഈ കാണുന്നത്. നഗരത്തിരക്കുകളിൽ നിന്നൊക്കെ മാറി സമാധാനപരമായ സമയം ചെലവഴിക്കാൻ താരം പലപ്പോഴും ഇവിടേക്ക് എത്താറുണ്ട്. മഞ്ജു ചേച്ചിയുടെ അച്ഛന്റെ നാടാണ് ഈ പുള്ള്. വാര്യം എന്ന മഞ്ജു ചേച്ചിയുടെ കുടുംബ വീടിനോട് ചേർന്നുള്ള ശ്രീ കാർത്യാനി ഭഗവതി ക്ഷേത്രമാണിത്. പ്രകൃതിയോട് ഇഴുകിച്ചേർന്നുള്ള ഈ ക്ഷേത്രവും ഇതിനു ചുറ്റുമുള്ള ഗ്രാമീണ ആംബിയൻസും എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ്. ഇനി നമ്മൾ പുള്ളുപാടത്തിലെ ഏറ്റവും ഐക്കോണിക് സ്പോട്ടായ ഓവർബ്രിഡ്ജ് ഏരിയയിലേക്കാണ് എത്തുന്നത്. പുള്ള് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈ ഭാഗമാണ് ഓർമ്മ വരുന്നത്. ഇവിടെ തന്നെയാണ് ധാരാളം നാടൻ ഫുഡ് സ്പോട്ടുകളും ഉള്ളത്. ഇവിടുന്ന് നേരെ നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസുകൾ നടക്കുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ വരുന്നവർ ഒരിക്കലും മറക്കാത്തൊരു മുഖമാണ് പുള്ളിലെ വഞ്ചിക്കാരൻ എന്നറിയപ്പെടുന്ന ഷാജി ബ്രോയുടേത്. നല്ല ടൈമാണോ ഞങ്ങൾ വന്നത്? ആ സമയത്തും ആളുകൾ വരുന്നതാണ്. പക്ഷെ വെക്കേഷൻ സമയത്താണ് കൂടുതൽ വരിക. സ്കൂൾ പൂട്ടി കഴിഞ്ഞാൽ പിള്ളേർക്ക് ട്രെൻഡ് ഉള്ളത്. ആ സമയത്ത് നന്നായി ആളുകൾ. ഈ വെള്ളമൊക്കെ എപ്പോഴും എല്ലാ സീസൺ ടൈമിലും ഉണ്ടാവും? വേനൽക്കാലത്താണെങ്കിലും വെള്ളം എല്ലാ സമയത്തും ഉണ്ട്. അത് കൃഷിക്കുള്ള വെള്ളമാണ്. അത് കൂടിയും കുറഞ്ഞു നിൽക്കും. അതിപ്പോ ചിമ്മിനി ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പൊ എപ്പോഴും ഉണ്ടാവും വെള്ളം എപ്പോഴും ഉണ്ടാവും. പക്ഷെ കൂടിയും കുറഞ്ഞു നിൽക്കും. ഫാമിലിയായിട്ട് അധികം ആളുകൾ കൊട്ടവഞ്ചിയാണ്. കൊട്ടവഞ്ചിയാണ് ഇവിടുത്തെ ട്രെൻഡ്.
എങ്ങനെയാ അതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ? പ്ലസ് കൊട്ടവഞ്ചിക്ക് പോകാൻ ഒരു ട്രിപ്പിന് 300 രൂപയാണ്. 300. കടൽ ബോട്ടിന് 200 രൂപ. 200. ഈ കയാക്കിന് പെർ ഹെഡ് 100 രൂപ. 100 രൂപ. കടൽ ബോട്ടിൽ 4 പേർക്ക് യാത്ര ചെയ്യാം. കൊട്ടവഞ്ചിയിൽ 4 പേർക്ക് യാത്ര ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ 3 കുട്ടികളും ഒരു അച്ഛനമ്മയ്ക്കും പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. കയാക്കിൽ 2 പേർക്ക്. എത്ര സമയം എങ്ങനെയാ എവിടം തൊട്ട് എവിടം വരെ അങ്ങനെ? സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഒരു കയർ കെട്ടുണ്ട്. ഏകദേശം ഇവിടെ നോക്കി കാണാം, ഒരു കയർ കെട്ടുണ്ട്. ഏകദേശം 1/2 കിലോമീറ്റർ മുമ്പ് അവിടെ പോയി തിരിച്ചു വരേണ്ടതാണ് കണക്ക്. വർഷങ്ങളായി പുള്ളിയിലെ വികസനത്തിനും ടൂറിസത്തിനും മുൻകൈ എടുക്കുന്ന ഒരാൾ കൂടിയാണ് നമ്മുടെ ഈ ഷാജി ബ്രോ. അദ്ദേഹത്തിന്റെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസുകൾ ഇവിടെ കാണാം. ഈവനിങ്ങോടെയാണ് എല്ലാം ഇവിടെ ആക്റ്റീവ് ആകുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ താമരപ്പാടത്തിലേക്ക് വരാൻ പറ്റിയ സമയം അതിരാവിലെ ആണെങ്കിൽ ഈ സ്പോട്ടിലേക്ക് വരുന്നവർ ഈവനിങ് ടൈം പ്രിഫർ ചെയ്യുന്നതാണ് ബെസ്റ്റ് ടൈം. സൺഡേയും സാറ്റർഡേയും ഇവിടെ നല്ല തിരക്കുമായിരിക്കും. പുള്ളുപാടത്തെക്കുറിച്ച് പൊതുവെ പറയുവാണെങ്കിൽ ദേശാടന പക്ഷികളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ 3ാം സ്ഥാനവും പക്ഷി നിരീക്ഷകരുടെ ഇഷ്ട ലൊക്കേഷനുമാണിവിടം. ഒറീസയിലെ ചിലിക്ക തടാകവും ഗുജറാത്തിലെ ജലസംഭരണിയും കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും അധികം പക്ഷികളെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പുള്ളുകോൾപ്പാടങ്ങളിലാണ്. പുള്ളിലേക്ക് വരുന്നവർക്കായി വേറിട്ട രീതിയിലൊരു പ്രത്യേക അറിയിപ്പ് വെച്ചിരിക്കുന്ന ബോർഡ് കാണാം. വാചകങ്ങളിൽ പറഞ്ഞ അനുസരിച്ച് പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കാൻ ഇവിടെ വരുന്നവർ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മൾ ഇവിടുത്തെ ആക്ടിവിറ്റീസുകളിൽ ഒന്നായ കയാക്കിംഗ് ആണ് ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകിച്ച് കയാക്കിംഗ് ഗൈഡൊന്നുമില്ല. എന്നിരുന്നാലും എല്ലാവിധ സേഫ്റ്റി മെഷേഴ്സൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് ഈ വാട്ടർ ആക്ടിവിറ്റീസുകൾ ഇവിടെ ചെയ്തു വരുന്നത്. 2 പേർക്ക് വീതം ഇരിക്കാവുന്ന കയാക്കിങ്ങുകളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ അധികം പ്രയാസമില്ലാതെ 2 പേർക്കും തുഴഞ്ഞ് ആസ്വദിക്കാനാവും. തൃശ്ശൂരിലെ ഈവനിങ് സ്പോട്ടുകളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് നമ്മുടെ ഈ പുള്ളുപാടം. അങ്ങനെ പുള്ളിലെ ഗോൾഡൻ അവറിലൂടെയാണ് നമ്മളിപ്പോൾ കയാക്കിംഗ് ചെയ്തു വരുന്നത്. ഇപ്പോൾ കിട്ടുന്നൊരു ഫീല് എത്രത്തോളം വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയാൻ മേല. അഞ്ചരയോടെ നമ്മുടെ കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പുള്ളിയിലെ സൂര്യാസ്തമയ വിഷ്വൽസ് ഒക്കെ എടുത്ത് ഇനി നമ്മൾ പോകുന്നത് പുള്ളിയിലെ തന്നെ താമരപ്പാടം ചായക്കടയിലേക്കാണ്. നമ്മൾ ഇവിടെ എത്തിയപ്പോഴേക്ക് സ്നാക്സ് ഒക്കെ കഴിഞ്ഞിരുന്നു. ഇതിനോട് തൊട്ടടുത്താണ് താമരപ്പാടം കള്ള് ഷാപ്പുള്ളത്. ഫാമിലിയായി വരാൻ പറ്റിയ ഒരു സ്പോട്ടാണിത്. കള്ളും നല്ല വെറൈറ്റി സീ ഫുഡ് കറികളും അപ്പവും കപ്പയും എന്നീ പലതരം ഫുഡ് ഐറ്റംസുകൾ ഫാമിലിയായി എൻജോയ് ചെയ്യാൻ പറ്റിയൊരിടമാണിത്. അങ്ങനെ പുള്ളിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടാം.